أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ود كثير من أهل الكتاب لو يردونكم من بعد إيمانكم كفارا حسدا من عند أنفسهم من بعد ما تبين لهم الحق فاعفوا واصفحوا حتى يأتي الله بأمره إن الله على كل شيء قدير. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറ ബഖറയിലെ 110 ആയത്താണ് നിങ്ങളിപ്പോൾ ശ്രവിച്ചത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു: വേദക്കാരിൽ ബഹുഭൂരിഭാഗവും അവർക്ക് സത്യം വ്യക്തമായി കഴിഞ്ഞിട്ടും അവരുടെ ഉള്ളിലെ അസൂയ നിമിത്തം നിങ്ങളെ നിങ്ങളുടെ വിശ്വാസത്തിനു ശേഷം നിഷേധികളാക്കി മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹു തൻ്റെ വിധി നടപ്പിൽ വരുത്തുന്നതുവരെ നിങ്ങൾ അവരോട് പൊറുക്കുകയും ക്ഷമിക്കുകയും ചെയ്യുക. നിശ്ചയമായും അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന സർവ്വകാര്യത്തിനും പൂർണ്ണമായും കഴിവുള്ളവനാകുന്നു. ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ സയ്യിദ്ന ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു: ഹസ്രത്ത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ആദ്യജാത പുത്രനായ ഇസ്മായിൽ അലൈഹിസ്സലാം ഹാജറയുടെ ഗർഭത്തിൽ ജനിച്ചു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ സാറയുടെ ഗർഭത്തിൽ ഇസ്ഹാഖ് ജനിച്ചു. സാറ ഹസ്രത്ത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ അമ്മാവൻ്റെ മകളായിരുന്നതിനാൽ താൻ കുടുംബപരമായി ഉയർന്നവളാണെന്നും ഹാജറ പുറത്തുനിന്നുള്ളവളാണെന്നും അവർ കരുതിയിരുന്നു. അതിനാൽ അവർ സ്വന്തം സ്ഥാനം വലുതായി കണ്ടിരുന്നു. ഒരിക്കൽ കുട്ടിയായിരുന്ന ഇസ്മായിൽ അലൈഹിസ്സലാം ഇസ്ഹാഖ് അലൈഹിസ്സലാമിൻ്റെ ഏതോ ഒരു പ്രവൃത്തിയിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണത്താലോ ഉച്ചത്തിൽ ചിരിച്ചു. സാറ കരുതിയത് ഇസ്മായിൽ തന്നെയും തൻ്റെ കുട്ടിയെയും അവഹേളിക്കുകയും കളിയാക്കി ചിരിക്കുകയും ചെയ്തു എന്നാണ്. ഒരുപക്ഷെ ഇവൻ മൂത്ത മകനാണ്, ഇവനാണ് അനന്തരാവകാശി, ഇസ്ഹാഖ് അവകാശിയാകില്ല എന്ന് കരുതി അവൻ സന്തോഷിക്കുകയാണെന്നും അവർ ചിന്തിക്കുകയുണ്ടായി. അപ്പോൾ അവർ ദേഷ്യത്തോടെ ഹസ്രത്ത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു: ഇവനെയും ഇവൻ്റെ മാതാവിനെയും വീട്ടിൽ നിന്ന് പുറത്താക്കുക. കാരണം എൻ്റെ മകനോടൊപ്പം താങ്കളുടെ ഈ മകൻ അവകാശിയായിരിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. ആദ്യം ഹസ്രത്ത് ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഈ കാര്യം ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം അതിൽ നിന്ന് വിട്ടുനിന്നു. എന്നാൽ അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിൽ നിന്ന് വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചിരുന്നതിനാൽ ഹസ്രത്ത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് വഹി നൽകി: നിൻ്റെ ഭാര്യ സാറ പറയുന്നതെന്തോ അതുതന്നെ ചെയ്യുക. അങ്ങനെ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ഹസ്രത്ത് ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഹസ്രത്ത് ഹാജറയെയും ഹസ്രത്ത് ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെയും ഹറം താഴ്വരയിൽ വിട്ടുപോയി. സാറയെയും ഇസ്ഹാക്കിനെയും കാനാൻ പ്രദേശം ഏൽപ്പിച്ചു. ഹസ്രത്ത് ഇസ്മായിൽ അലൈഹി ഇസ്ലാമിൻ്റെ പരമ്പര മക്കയിൽ വളരാൻ തുടങ്ങി. അവിടെ ഹസ്രത്ത് ഇസ്മായിലിൻ്റെ കുടുംബത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു. എന്നാൽ ഈ വൈരാഗ്യം അവിടെ അവസാനിച്ചില്ല. അള്ളാഹു ഹസ്രത്ത് ഇസ്മായിൽ അലൈഹി ഇസ്ലാമിൻ്റെ ജനന സമയത്ത് അദ്ദേഹത്തിൻ്റെ മാതാവിനോട് പറഞ്ഞതുപോലെ സംഭവിച്ചു. അവൻ്റെ കൈ എല്ലാവർക്കും എതിരായും എല്ലാവരുടെയും കൈ അവനെതിരായും ആയിരിക്കും. അതായത് ഒരു കാലഘട്ടം വരെ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിൻ്റെ പരമ്പര കുറവായിരിക്കും, ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിൻ്റെ പരമ്പര കൂടുതലായിരിക്കും. അവരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഇസ്മായിലി പരമ്പരയെ എതിർക്കും. അത് വിജയിക്കാതിരിക്കാൻ അവർ പരിശ്രമിക്കും. ശുദ്ധ ഖുർആൻ ഇതിനെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു: വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബി ലൗ യറുദ്ദൂനകും മിൻ ബഅദി ഈമാനികും കുഫാറാ ഹസദം മിൻ ഇൻദി അൻഫുസിഹിം മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹഖ്. അതായത് വേദക്കാരിലെ ധാരാളം പേർ ആഗ്രഹിക്കുന്നത് ഇസ്മായിലി പരമ്പര, അതായത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ അദ്ദേഹത്തെ വിട്ട് വീണ്ടും കാഫിറുകളായി മാറണമെന്നാണ്. ഈ വൈരാഗ്യം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്ല ന്യൂനതയോ കുറവോ കൊണ്ടല്ല,
മറിച്ച് അവരുടെ സ്വന്തം മനസ്സുകളിൽ നിന്ന് ഉത്ഭവിച്ച വിദ്വേഷവും വൈരാഗ്യവും കാരണവുമായാണ്. സാറയുടെയും ഹാജറയുടെയും വഴക്ക് 2000 വർഷത്തേക്ക് വലിച്ചു നീട്ടാൻ അവർ ആഗ്രഹിക്കുന്നു. അവരുടെ ഈ ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനം ആത്മാർത്ഥമായ യാതൊരു വികാരവുമല്ല, മറിച്ച് അവരുടെ അസൂയയാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിച്ചതിലൂടെ നിങ്ങൾ അവരെക്കാൾ നന്മയിലും തഖ്വയിലും മുന്നോട്ടു പോയി എന്ന് അവർ മനസ്സിലാക്കുന്നു. അതിനാൽ നിങ്ങളെയും വിശ്വാസത്തിൽ നിന്ന് അകറ്റി നിർത്താൻ അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ അവർ സ്വയം വിശ്വസിക്കുകയാണെങ്കിൽ അവർക്കും മുസ്ലിങ്ങൾക്കൊപ്പം നന്മയിലും ഭക്തിയിലും പുരോഗമിക്കാൻ സാധിക്കുമായിരുന്നു. എങ്കിലും നിങ്ങൾ വിശ്വസിച്ചു, അവർക്കത് നഷ്ടമായി എന്ന ചിന്ത അവരുടെ മനസ്സിൽ നീറ്റലുണ്ടാക്കുന്നു. ഈ അസൂയയും വിദ്വേഷവും കാരണം നിങ്ങളുടെ ഒരു നന്മയും ഗുണവും അവർക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല. ബാക്കി പിന്നീട് കേൾപ്പിക്കുന്നതാണ്. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.